ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മൾ കുറേ എക്സാമ്പിൾസൊക്കെ കഴിഞ്ഞ ദിവസം സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പുതിയ ടിപ്സ് പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഡാറ്റേനെ കൺസോൾട്ട് ചെയ്യാം. കാരണം നമുക്ക് പല ഷീറ്റുകളിൽ വന്ന ഡാറ്റേനെ നമുക്കൊരു സിംഗിൾ ഷീറ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഹോണ്ട വെഹിക്കിളിൻ്റെ ഷോറൂമിൻ്റെ കഴിഞ്ഞ 3 സ്റ്റേറ്റിലെ ഷോറൂമിൻ്റെ ഡേറ്റസ് നമ്മൾ എടുക്കുകയാണ്. ഒന്ന് കർണാടക, തമിഴ്നാട്, കേരള. ഈ 3 സ്റ്റേറ്റിലെ ഡാറ്റേനെ നമുക്കൊരു സൗത്ത് ഇന്ത്യ റീജിയൻ ലെവലിൽ എങ്ങനെ നമുക്ക് ഇതിനെ കൺസൾട്ട് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് എങ്ങനെ കൺസൾട്ട് ചെയ്യാം. ഇത് നമ്മൾ ഈ 3 ഡാറ്റ, ഇപ്പോൾ കർണാടക ഡാറ്റ കാണാം, ആക്റ്റീവയുടെ സെയില് ഏപ്രിൽ മെയ് ജൂൺ ഉള്ള സെയില്. അതേപോലെ തന്നെ കേരളയുടെ ഡാറ്റ കാണാം, ഏപ്രിൽ മെയ് ജൂൺ ഉള്ള സെയില്. ഓരോ മോഡൽ വൈസ് സെയിൽ നമുക്ക് കാണാം. അതുപോലെ തമിഴ്നാട്ടിൽ കാണാം. ഈ ഇപ്പോൾ 3 സ്റ്റേറ്റിലെ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ കൺസൾട്ട് ചെയ്യാം, അതാണ് നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുത്തേക്കണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഡാറ്റ റിബണിൽ ഡാറ്റ ടാബിൽ കൺസോൾട്ട് പറഞ്ഞിട്ടൊരു റിബണുണ്ട്. ഇതിൽ നമുക്ക് ഇവിടെ റെഫറൻസ് എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 3 സ്റ്റേറ്റിലെ ഡീറ്റെയിൽസിനെ ആഡ് ചെയ്യണം. റെഫറൻസ് കോളത്തിൽ നമ്മൾ ആഡ് ചെയ്യണം. അതിനവിടെ റെഫറൻസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഡാറ്റയിൽ പോവുക, കർണാടക ഫയൽ എടുക്കുക. കർണാടക ഫയലിൽ നമുക്ക് സെലക്ട് ചെയ്യുക, വെഹിക്കിൾ മുതൽ അപ് ടു മെയ് ജൂൺ വരെയുള്ള ഡേറ്റ് സെലക്ട് ചെയ്യാം, അതിന് ആഡ് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ അടുത്ത ഷീറ്റിൽ പോവുക, കേരള ഷീറ്റിൽ പോവുക, ഇതേപോലെ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത് നമ്മൾ തമിഴ്നാട് ഡാറ്റ എടുക്കുക, അതിനും ആഡ് ചെയ്തതുപോലെ സെയിം ഓപ്ഷൻ ലെവലിൽ ആഡ് ചെയ്യുക. ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ യൂസ് ലേബൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ടോപ്പ് റോ ലെഫ്റ്റ് കോളം ക്രിയേറ്റ് ലിങ്ക് കൂടി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഫയലിൽ നമുക്ക് ഈ 3 സ്റ്റേറ്റിലെ ഡാറ്റാസിന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. അതിൻ്റെ സ്പ്ലിറ്റപ്പ് എല്ലാം കിട്ടി. കാരണം കർണാടക, കേരള, തമിഴ്നാട്. ഇത് എക്സാമ്പിൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ആ ഷീറ്റിന് കൊടുക്കേണ്ട നെയിമും കൺസേൺ റീജിയൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബി കോളത്തിൽ നമുക്ക് ഓരോ റീജിയൻ വൈസ് നമുക്കിവിടെ പിക്ക് ചെയ്യും. ആ ഷീറ്റ് നെയിമാണ് ഈ ഇതിൽ പിക്ക് ചെയ്യണത്. ഇതുപോലെ നമുക്ക് എല്ലാ വെഹിക്കിളിൻ്റെ ഒരു ഡാറ്റ കിട്ടി നമുക്ക് ഈസി ആയിട്ട് റിപ്പോർട്ട് പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കർണാടക വെഹിക്കിളിൻ്റെ ഒരു ഇതാണ് 961 പോയിട്ടുള്ളത്. അതേ സെയിം തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഓപ്ഷൻ നമുക്ക് നോക്കിയത്. ഇത് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഇതുപോലെ തന്നെ ഈ പല റീജിയൻസിൻ്റെയും പല സെയിൽസ് റിപ്പോർട്ട് പല സെയിൽസ്മാൻ വൈസ് വരികയാണെങ്കിലും അല്ലെങ്കിൽ പല ഏരിയയിൽ നിന്ന് നമുക്ക് കുറേ കോർപ്പറേറ്റ് റിപ്പോർട്ട് വരികയാണെങ്കിൽ ഇതേപോലെയുള്ള കൺസൾട്ട് ഫംഗ്ഷൻ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. പല ഷീറ്റുകൾ നമുക്ക് അത് സെയിം ഷീറ്റൊന്നും എത്ര വർക്ക് ബുക്ക് ആയാലും കുഴപ്പമില്ല, നമുക്ക് അതിൽ അൺലിമിറ്റഡ് വർക്ക് ബുക്കിൽ സെയിം ഫോർമാറ്റിൽ എത്ര വേണമെങ്കിൽ നമുക്ക് കൺസൾട്ട് ചെയ്യാം. വളരെയധികം ടൈം സേവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വർക്കിൽ വളരെ നല്ല പെർഫോമൻസ് സാധിക്കും. ഓക്കെ, താങ്ക് യു.